മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കെ ശൈലജയെ വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന രാഷ്ട്രീയ ദൗത്യമാണ് CPIM ഏൽപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കും സ്ത്രീ ശാക്തീകരണത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും നടുവിൽ എന്നും കെ ശൈലജ എന്ന പെൺകരുത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യ, സാമൂഹ്യനീതി, വനിതാ ശിശുവികസന മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കെ ശൈലജ കാഴ്ചവെച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇരിട്ടി മാടത്തിലെ കുണ്ടന്റെയും കെ ശാന്തയുടെയും മകളായി ജനിച്ച ശൈലജ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ശിവപുരം ഹൈസ്കൂളിൽ ശാസ്ത്രാധ്യാപികയായിരുന്നു കെ ശൈലജ. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സ്വയം വിരമിച്ചു. 1996 കൂത്തുപറമ്പിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തിയ കെ ശൈലജ 2006 UDFന്റെ സിറ്റിംഗ് സീറ്റായ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും UDFനെ മുട്ടുകുത്തിച്ചാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2016 കൂത്തുപറമ്പ് മണ്ഡലം UDFൽ നിന്ന് തിരിച്ചുപിടിക്കുകയെന്ന ദൗത്യമായിരുന്നു ഏറ്റെടുത്തത്. 12,291 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൂത്തുപറമ്പിൽ വിജയം നേടാനായി. അന്ന് UDFന്റെ ഭാഗമായിരുന്ന LJD നേതാവ് KP മോഹനായിരുന്നു എതിരാളി. നിപയെയും കോവിഡ് മഹാമാരിയെയും പ്രതിരോധിക്കുന്നതിലുൾപ്പെടെ പ്രകടിപ്പിച്ച മികവാർന്ന ഭരണപാടവത്തിനൊപ്പം ആത്മാർത്ഥത കൊണ്ടുകൂടിയാണ് കെ ശൈലജ നാടിൻ്റെയാകെ സ്നേഹം പിടിച്ചുപറ്റിയത്. ഐക്യരാഷ്ട്രസഭയുടെ കീർത്തികേട്ട അംഗീകാര മുദ്രകളും പുരസ്കാരങ്ങളും കെ ശൈലജയെ തേടിയെത്തി. മട്ടന്നൂർ പഴശ്ശിയിലാണ് താമസം. മട്ടന്നൂർ നഗരസഭ മുൻ ചെയർമാനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ കെ ഭാസ്കരനാണ് ഭർത്താവ്. ശോഭിത്, ലസിത് എന്നിവർ മക്കളാണ്. നിയമസഭയിലെ കരുത്തുറ്റ പെൺ സാന്നിധ്യമാണ് കെ ശൈലജ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തി വീറോടെ വാദിക്കുന്ന ശൈലജ കേരളത്തിലെങ്ങും കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സാന്ത്വന സ്പർശവുമായി എന്നും ഓടിയെത്തുമായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനും നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഭാവനാപൂർണമായ ഇടപെടലിലൂടെ വികസന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഇനി UDFൽ നിന്നും വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ദൗത്യമാണ് ഇടതുപക്ഷം ഈ പെൺകരുത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.